ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഫുൾ ഡേ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ ഒരു ബീഫ് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ കുട്ടിക്ക് സ്കൂളിലേക്കും കൊടുത്ത് വിടാമല്ലോ വിചാരിച്ചിട്ട് ബീഫ് കറിയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. ബിഗിനേഴ്സിനും ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. ഇനി ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ വലിയ ജീരകം പൊടിച്ചതില്ലേ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മസാലയൊക്കെ ഇതിലോട്ട് നന്നായി മിക്സ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പോ 1/4 കപ്പ് അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു 8-9 വിസിൽ, അത് നിങ്ങളുടെ ബീഫിന് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. വേവൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഒരു 8-9 വിസിൽ വരെ വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ടിഫിനിലും ഞാനിത് തന്നെ കേട്ടോ കൊടുത്തു വിടുക. അവർക്ക് ഇതൊക്കെ തന്നെ മതി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ടിഫിനിലും ഇത് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പത്തിരി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചൊരു കട്ടിയില്ലേ ഒറോട്ടിയില്ലേ ആ ഒരു ടൈപ്പിലായിട്ട് ഉണ്ടാക്കുക. നമ്മുടെ കണ്ണൂരുകാർ പ്രത്യേകിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള പത്തിരിയാവും ഉണ്ടാക്കുക. പക്ഷേ ഞാൻ കുറച്ച് കട്ടിയുള്ള ഒറോട്ടി ടൈപ്പിലായിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇതാട്ടോ ഇഷ്ടം. ഇത് പൊതുവേ വാഴയിലയിലൊക്കെ പരത്തിയിട്ട് ഇങ്ങനെ ഓട്ടിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തന്നെയാണ് ചുട്ടെടുക്കൽ. നല്ല ടേസ്റ്റാണ്. ഇത് നന്നായി പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലൊക്കെ മുക്കിയിട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ കട്ടിയിൽ പത്തിരിയാക്കിയിട്ട് തേങ്ങാപ്പാലിലൊക്കെ മുക്കി വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഒരുപാട് ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ പാത്രങ്ങൾ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ അതിന് ശേഷമല്ലേ നമുക്ക് ടൈം കിട്ടുന്നതും അത് നമ്മൾ ചെയ്യുന്നതൊക്കെ. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് കേട്ടോ. അത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും തീരൂല. അപ്പോൾ പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ പണിയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊന്നും പ്രത്യേകിച്ചിട്ടില്ല. കാരണം ഞാൻ ചോറ് ഉണ്ടാക്കാറില്ല. ഞാനെപ്പോൾ പറയുന്നത് തന്നെയാണ്. കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ കുട്ടികൾ കഴിക്കൂല വന്നിട്ട്. അവർ വരുമ്പോഴത്തേക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചിട്ട് അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഒരു വീടൊക്കെ ആകുമ്പം പണി തീരൂല. നമ്മൾ ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടൈം അങ്ങനെ പോവും. എല്ലാവരും വിചാരിക്കും ഒരിറ്റ വീടൊക്കെ ആകുമ്പം ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പണിയൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പിന്നെ ചിന്തിക്കേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ വലിയൊരു സമാധാനമല്ലേ. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്തായാലും അപ്പം തന്നെ സിങ്കും കൂടി നന്നായി ക്ലീൻ ചെയ്ത് വെക്കാട്ടോ. ഡെയിലി 2 പ്രാവശ്യമെങ്കിലും. അങ്ങനെ ആകുമ്പം നമ്മുടെ സിങ്ക് എപ്പോഴും പുതിയ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണം എനിക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ, ബുക്സ് അവിടെ ഉണ്ടാവും, അതവിടെ ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടേബിളും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക. ഞാൻ മുന്നേയുള്ള വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് ഡെറ്റോളും അതുപോലെ ലിക്വിഡൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഈ
ഈച്ച പ്രാണി അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല വീട് എപ്പോഴും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഡെയിലി എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ആ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. വലിയ ഭാരിച്ച പണിയായിട്ട് തോന്നുമില്ല. നമ്മൾ ക്ലീൻ ആക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ഒരാഴ്ചയെല്ലാം കൂടുമ്പോൾ വലിയ ഡീപ്പായി ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ മടി പിടിക്കും, ഫുൾ പൊടിയായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കൊന്ന് അടിച്ചു വരാനും കൂടിയുണ്ട്. അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പണികളൊക്കെ തീരും. വീടിൻ്റെ ഉള്ളിലുള്ളതും അതുപോലെ കിച്ചണിലുള്ളതൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്ലീനിങ്ങിൻ്റെ പണികളാട്ടോ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കാണുമ്പം ഭയങ്കര ഒരു സമാധാനമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഓർത്തേ ഞാൻ ഇന്നലെ കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മുന്തിരി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊരു എന്താ പറയുക മോശമായി പോകുന്ന സംഭവമല്ലേ. അപ്പോൾ ഇത് സിർക്കയും വിനാഗിരിയില്ലേ അതും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. കാരണം ജ്യൂസിന് വേണ്ടിയിട്ട് ജ്യൂസ് ഇപ്പാക്കാനല്ല, അത് പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ. കാരണം ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ജ്യൂസാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കും. അപ്പോൾ മുന്തിരിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന ടൈം തന്നെ പിന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് നന്നായി തണിഞ്ഞ് കഴിഞ്ഞാൽ വേണം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. അപ്പോൾ ഞാൻ ഇതടച്ചിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുളിക്കുന്നതിനൊക്കെ മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കുറച്ച് കാർഡ്ബോർഡും അതുപോലെ കടലാസൊക്കെ ഒന്ന് കത്തിക്കാനുണ്ട്. അപ്പം ഇതാട്ടാ ഞാൻ കത്തിക്കുന്ന സംഭവം. എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാവും, എന്നാലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ കണ്ണൂരൊക്കെ എന്ന് പറയുമ്പം വലിയ പറമ്പിലൊന്നും അല്ലല്ലോ നമ്മളെ വീടുണ്ടാവുക. എന്തായാലും ഒരു 10 സെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ആവും അധിക പേരുടേതും. എല്ലാവരും എന്നല്ല, എന്നാലും അധികം ആൾക്കാരുടേതും 10 സെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ആവും വീട് വെക്കുന്നുണ്ടാവുക. അപ്പോൾ കത്തിക്കാനും അതുപോലെ വേസ്റ്റ് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലേ ഭയങ്കര ഉപകാരമാണ്. ഇൻസിനേറ്റർ എന്നിട്ട് ഇതിന് പറയാം. കാരണം പെട്ടെന്ന് തന്നെ ഇത് കത്തിക്കിട്ടുകയും ചെയ്യും. എന്താ പറയുക, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കത്തിക്കാട്ടാം. 90% അല്ലെങ്കിൽ 80% എങ്കിലും നമ്മളിങ്ങനെ കടലാസും സംഭവങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ടുള്ള സംഭവം കുറച്ച് അതിൽ പെട്ടെന്ന് തന്നെ നമുക്കിട്ടിട്ട് കത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് ഇത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ. അത്രയും നല്ലൊരു സാധനമാണ്. കാരണം ഞാൻ അത്രയും ഒരു സൗകര്യമുള്ള ആ ഒരു സംഭവം ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആർക്കും ഒരു ശല്യമില്ലത് നല്ല ഹൈറ്റ് തന്നെ ഇതുപോലെ അങ്ങ് പുകയങ്ങ് പോയിക്കോളും. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കത്തി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരു കടലാസ് കത്തിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നിരിക്കും കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വരാം. എന്തെങ്കിലും ചായയൊക്കെ ആക്കണമല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഇന്നലത്തെ ദോശേൻ്റെ കുറച്ച് മാവ് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിന്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൽത്തപ്പില്ലേ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇത്. അപ്പോൾ കുറച്ച് മാവ് കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെല്ലവും കൂടി ഇതിലോട്ട് ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റിൽ നമുക്ക് വെറുതെ ചായക്കൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ദോശേൻ്റെ മാവ് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അതിനെ കൊണ്ട് വേറെ ദോശയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി റെഡ് കളറായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുക്കറിലാവും ഇത് അധികം പേരും ചെയ്യുക. ഞാൻ പിന്നെ അത്ര കുറേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പാനിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ.
ഇതേ കണ്ടില്ലേ, ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കലത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് മുറ്റത്ത് കുറച്ച് ഒരു പണിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റായത് വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കുറച്ചൊരു ഇതായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ അതിൽ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പക്ഷേ അത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 1-2 ആഴ്ച കൂടുമ്പം പുറത്ത് വെക്കണം കേട്ടോ. അപ്പം മഴയായതുകൊണ്ട് കൂടുതൽ മഴയും വെള്ളവും പറ്റാത്തൊരവസ്ഥയല്ലേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരാന്തൻ്റെ മേലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അത് മഗ്‌രിബിന് മുന്നേ തന്നെ ഞാനിന്ന് മക്രോണി ആട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു മക്രോണിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മസാല ആക്കി വെച്ചാൽ പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് പുഴുങ്ങിയിട്ട് വെച്ചിട്ട് ഇടയല്ലേ വേണ്ടു മക്രോണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല, അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറാട്ടോ, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഓയിലിന് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചെറിയൊരു പീസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഫ്രിഡ്ജിൽ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇതിലോട്ട് 2 വലിയ സവാളയും കൂടി വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടൊരു ആവശ്യത്തിന് കുറച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴഞ്ഞ് കിട്ടും. അപ്പം അത് വഴറ്റി കൊടുക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്, അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ 2 പച്ചമുളകും കൂടി ഇതുപോലെ നടുവേ കയറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അടിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഇതുപോലെ എന്താ പറയുക സ്മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ, അതിൽ കുറവ് മതി. പിന്നെ 1/2 ടീസ്പൂൺ നിറച്ച് ഗരം മസാലയും പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ ടൊമാറ്റോ സോസില്ലേ അതൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചില്ലി ഗാർലിക് സോസ് അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒരു പച്ച കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഇതുപോലെ കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ മക്രോണി ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് പരീക്ഷിക്കുമല്ലോ, അതുപോലെ ഒന്ന് പരീക്ഷിച്ച് എടുത്ത സാധനം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. ചില്ലി പ്രോൺസൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ചില്ലി ചിക്കന് അതേ ടേസ്റ്റിൽ നമ്മൾ പ്രോൺസ് ചെയ്യുമ്പം അതിൽ മക്രോണിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പ്രോൺസ്. ഇനി ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ സിമ്മിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടൈമിൽ ഉപ്പും എരിവും അതൊക്കെ നോക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോൾ മസാല നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഉണ്ടാവുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. അപ്പം അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് മക്രോണി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പാൻ തന്നെ അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം അങ്ങനെ മക്രോണി എടുക്കുന്നുള്ളൂ കേട്ടോ, എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു 500 ഗ്രാമിൻ്റെ 1 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ കൂടുതൽ വേവാൻ നിൽക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 1/4 വേവ് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ എടുക്കണം, കാരണം അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ പൊടിഞ്ഞു പോവും. അപ്പം അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ബാക്കി ഞാൻ പകുതി എടുത്തിട്ട് പകുതി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 90%, മുക്കാലല്ല ഒരു 90% അങ്ങനെ വേവാകുമ്പം എടുക്കുക, കൂടുതൽ വെന്ത് അടിയാൻ നിൽക്കണ്ട. അപ്പോൾ ഇതേ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് വലിയ പാത്രത്തിൽ എന്തായാലും വേവിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. കൺജസ്റ്റഡ് ആയിട്ട് ഇടുമ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പരസ്പരം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്, നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ചൂടാക്കുമ്പോൾ തന്നെ ആ ഒരു കട്ടിയൊന്ന് മാറിയിട്ട് ഒന്ന് എന്തായാലും കുറച്ചൊരു ലൂസിൽ വരും. പക്ഷേ ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാല കുറച്ച് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ മക്രോണിയിലൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ടൈം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇനി നോക്കിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്താ കണ്ടില്ല, ഇങ്ങനെ ഗ്രേവി ഉണ്ടാകുമ്പില്ലേ, ഇതിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പം ഗ്രേവി തിക്കായിട്ട് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ, അപ്പം അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ലൂസിലാക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ മസാലയൊക്കെ ഇതിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒരുപാട് നല്ല നല്ല കമൻസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.